ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങുന്നതിനായി മോഹൻലാലുണ്ട്. അതുപോലെ തന്നെ ഇത്തവണത്തെ മികച്ച സഹനടനും സഹനടിക്കുമുള്ള അവാർഡുകളും മലയാളികൾക്കാണ്. എന്നോടൊപ്പം ഇപ്പോൾ വിജയരാഘവൻ സാർ ചേരുകയാണ്. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന ഒരു അവാർഡാണ്. എങ്ങനെയാണ്? കാത്തിരിപ്പൊന്നും ഇല്ലായിരുന്നു. ഇല്ല ദീർഘകാലത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയൊരു അംഗീകാരമാണെന്നേ ഉള്ളൂ. ഞാനിതിനു വേണ്ടി കാത്തിരുന്നിട്ടില്ല. ഇല്ല ഈ പൂക്കാലത്തിലെ ഇട്ടൂപ്പ് അതിന് കിട്ടുന്ന രണ്ടാമത്തെ നേരത്തെ സംസ്ഥാന പുരസ്കാരം കിട്ടി. ഇതിപ്പം അതിന് രണ്ടാമത്തെ. അതിന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ എന്നുള്ള അവാർഡാണ് കിട്ടിയത്. ഇത് രണ്ടാമത്തെ നടൻ എന്നുള്ളതാണ്. ഈ അവാർഡ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. പണ്ടൊക്കെ ആദ്യകാലത്തൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ചേറാടിക്കറിയ 40 വർഷം മുമ്പേ അന്നൊക്കെ നമ്മൾ സിനിമയിലേക്ക് വന്ന സമയമാണ്. അന്നേരം ഇങ്ങനെ പലരും ഇത് കിട്ടും. അപ്പോൾ എനിക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടി അതിന്. അപ്പോൾ പറഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം പിന്നെ ഏതോ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു നോക്കട്ടെ അവാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം പിന്നെ നമ്മൾ പ്രതീക്ഷയില്ല. അപ്പോൾ ഇതൊരു എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഈ ഇട്ടൂപ്പ് എന്ന കഥാപാത്രത്തിന് വേണ്ടി ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ ത്യാഗങ്ങൾ ത്യാഗമൊന്നുമില്ല. എന്ത് ത്യാഗമൊന്നുമില്ല. ത്യാഗമല്ല, അത് രസമല്ലേ അത്. അതിനുവേണ്ടി അപ്പോൾ 3-3.5 മണിക്കൂർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ വെയിറ്റ് കുറച്ചു. എന്ന് വെച്ചാൽ പ്രായം തോന്നണമെങ്കിൽ അത്രയൊക്കെ ചുളുക്കമൊക്കെ വരണമെങ്കിൽ വെയിറ്റ് കുറയണം. അതിനുവേണ്ടി കുറച്ച് ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, അങ്ങ് പുരികം വളർത്തി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ പഠിച്ചു, ഈ മൂക്കിലെ രോമമൊക്കെ വളർത്തി, അങ്ങനെ ഒരു നഖം വളർത്തി. അപ്പോൾ ഞാൻ 1-2 മാസം വേറെ പടം ചെയ്തില്ല. ഈ കുടുംബത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ ദേശീയ അവാർഡാണ്. മുമ്പ് അച്ഛന് ലഭിച്ചിട്ടുണ്ട്. അച്ഛന് 70-71 ദേശീയ അവാർഡ് കിട്ടി, ഏറ്റവും നല്ല നടൻ എന്നുള്ളതിന്. ഇത്തവണ മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും കിട്ടുന്നുണ്ട്. അതൊരു മഹാഭാഗ്യമല്ലേ. പിന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ല, ലാൽ 100% അതിന് അർഹനാണ്. അതിനകത്തൊരു വലിയ അത്ഭുതമൊന്നുമില്ല. ലാലിന് കുറച്ചുകൂടി നേരത്തെ കിട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ഈ മലയാള സിനിമയിലുണ്ടാകുന്ന മാറ്റത്തിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? കാരണം അങ്ങ് നാടകത്തിലൂടെ സിനിമയിൽ വന്നതാണ്. ഒരു സീരിയസ്നെസ് പോകുന്നുണ്ട്. സീരിയസ്നെസ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ, ഇപ്പോൾ ലോക എന്ന സിനിമ കണ്ടില്ലേ, വളരെ ഇപ്പോൾ അതൊക്കെ തമിഴിലോ തെലുങ്കിലോ ഒക്കെ എടുക്കണമെങ്കിൽ 250 കോടിയൊക്കെ ചിലവാക്കേണ്ട സിനിമയാണ്. അത് 40-45 കോടിക്ക് വേണ്ടിയാണ് തീർത്തിരിക്കുന്നവർ. അതൊരു വലിയ കാര്യമല്ല. അതിപ്പോൾ 300 കോടിക്ക് അടുത്ത് കളക്ഷൻ വരുന്നു. വലിയ കാര്യമല്ലേ? അത് മോശമാണ്, വളരെയല്ലേ. അപ്പോൾ നമ്മളെന്തിനേയും മോശമായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് സിനിമ മോശം. പണ്ടായിരുന്നു നല്ലത്, അത് എല്ലാവരും പറയുന്നതാണ്. ഞങ്ങളുടെ പണ്ടത്തെ കാലമായിരുന്നു വലിയ കാലം. അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര മിടുക്കന്മാരാണ്. ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ചെയ്തു. സിനിമയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാട്ടാൻ പറ്റുന്നു. എന്തായാലും വരും വർഷങ്ങളിലും കൂടുതൽ ഇതുപോലെയുള്ള പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാന നിമിഷമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.